ഈ പാറ്റാക്കാട്ടം ഉണ്ടല്ലോ, സോറി ക്ഷമിക്കണം, ഈ പാറ്റാക്കൂട്ടം ഉണ്ടല്ലോ, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSSും BJP ഒക്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഞെട്ടി വിറയ്ക്കുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവർ ഞെട്ടി വിറയ്ക്കുന്നത്? ഇല്ലെങ്കിൽ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. അതായത് ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടി ഫാമിലിയിൽപ്പെട്ട ഒരു മെമ്പറാണെന്ന് കൂട്ടിക്കും, ഈ ജനാർദ്ദനൻ ചേട്ടൻ സംഘിയാണെന്നും കൂട്ടിക്കും. അപ്പോൾ ഞാൻ ജനാർദ്ദനൻ ചേട്ടനോട് പറയാൻ പോവാണ്, സംഘി അതെ ഞാനൊരു കാര്യം പറയാൻ പോവാ, ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടും. ആണോ? എങ്കിൽ പറ, ഞാൻ ഞെട്ടാം. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാ ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പോകുന്നു, ഇനി RSSന്റെയും BJPയുടെയും കാര്യം പോക്കാണ്. കണ്ടോ, ഇങ്ങനെ ഞെട്ടുന്നതാണ് ഇവന്മാരുടെ വിചാരം. പുച്ഛിച്ചോണ്ട് ഒരു വീഡിയോ ചെയ്താൽ പോലും അത് തിരിച്ചറിയാൻ മേലാത്ത ആൾക്കാരാണ് കമന്റ് ബോക്സിൽ വന്നിട്ട് BJP RSSകാരും എല്ലാവരും പേടിച്ച് കേട്ടോ, നിങ്ങൾക്ക് എന്താ ഭയമാണോ എന്നെ എന്നോട് തന്നെ ചോദിക്കും. നിനക്ക് ഭയമായതുകൊണ്ടാണോടാ നീ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുക. എന്ത് ഭയം? ഇതൊക്കെ പുച്ഛമാണ്, പുച്ഛം. ഇതുപോലെ തന്നെ BJP ഞെട്ടിത്തെരിച്ചെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന 3-4 പേരും കൂടി ഉണ്ട്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് 2014 ഇറങ്ങിയത് രാഹുൽ ഗാന്ധി. 2015 ഇതാ വരുന്നു കനയ്യകുമാർ. 2016 അരവിന്ദ് കെജ്രിവാൾ. 2018 ജിഗ്നേഷ് മെവാനി. 2021 എല്ലാവരുടെയും ഫേവററ്റ് പേഴ്സൺ ആയിട്ടുള്ള ധ്രുവ് റാത്തി. 2024 ഇതാ വരുന്നു ഇന്ത്യ മുന്നണി. 2025 രാഘവ് ചാധ. ഇപ്പോഴിതാ 2026 വന്നിരിക്കുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. ഇനിയും ഞെട്ടിക്കാനായിട്ട് ഇവന്മാരുടെ ജീവിതം ബാക്കി, ഞെട്ടിത്തെരിക്കാൻ BJPയുടെ ജീവിതവും ബാക്കി. ഒന്നുകൂടെ ഞെട്ടിക്കേ. ഇവന്മാരുടെ ഓരോ ദിവസത്തെയും പ്രതികരണം കാണുമ്പോഴത്തേക്കും ചിരി വരിക. BJP RSSകാരും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചെടുത്തിരിക്കുന്നു. ഇതൊക്കെ തന്നെ പരിപാടി. ഇതിനിടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, BJPക്കാർ ആരാണ്ട് ഞങ്ങളോട് പറഞ്ഞു പൈസ തരാം എന്നിട്ട് BJPയിലോട്ട് ചേരണം എന്നൊക്കെ പറഞ്ഞെന്ന്. ഇതാണ് ആ പോസ്റ്റ്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫോൺ നമ്പർ ഒന്ന് ട്രൂ കോളറിൽ നോക്കിയായിരുന്നേ, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഫോൺ നമ്പർ 7703994257. ഇതാണ് അമ്മമാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന മെസ്സേജ് ആണ്, ഹായ് सुन पैसा मिलेगा तुझे ये अकाउंट बंद करके वरना BJP. ഇത് അക്ഷരത്തെറ്റിൻ്റെ അങ്ങേറ്റോ എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് പരിപാടി നടത്തിയതാണ്. വർണ്ണ അമേരിക്ക ഭീ മർവാ ദേഖേ തുചേ. സംഭവം അത്രേ ഉള്ളൂ, കുറച്ച് പൈസ തരാം, നീ അക്കൗണ്ട് ഒന്ന് പൂട്ടിയിട്ട് BJPയിലോട്ട് വരാൻ. വന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അമേരിക്കയെ വന്ന് പൂട്ടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ട്രൂ കോളർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാവേ. ട്രൂ കോളറിൽ വന്നു കഴിഞ്ഞപ്പോൾ ട്രൂ കോളറിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പേര് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ബ്രാക്കറ്റിൽ എസ്. ഇനി ഇതായിട്ട് പോയി കഴിഞ്ഞാൽ ഫോൺ നമ്പർ അത് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്തെ കമൻറ്റുകളൊക്കെ ഒന്ന് വായിക്കാം. BJP അഡ്മിൻ കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹിന്ദിയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്നാണെന്നറിയാമോ? ഇതിനകത്തെല്ലാം ഫ്രൈഡേയിലാണ് അല്ലെങ്കിൽ സാറ്റർഡേ ഇടയ്ക്കുണ്ട്. കണ്ടോ, ഫ്രൈഡേ ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന കംപ്ലീറ്റ് ഫ്രൈഡേയാണ്. അതായത് ഒരു ദിവസം നടന്ന പരിപാടി ഇടയ്ക്കൊരു സാറ്റർഡേ ഉണ്ട്, ഇടയ്ക്ക് 1-2 സാറ്റർഡേ ഉണ്ട്. കണ്ടോ, മൊത്തം ഫ്രൈഡേയാണ്. നോക്കിക്കോ, ഞാൻ ഇങ്ങനെ തോണ്ടി വിട്ടോണ്ടിരിക്കാം. കണ്ടോ, കംപ്ലീറ്റ് ഫ്രൈഡേ എന്ന് പറയുന്ന ഒരൊറ്റ ദിവസമാണ് ഇത് മൊത്തം കമൻറ്റ് ചെയ്തിരിക്കുന്നത്. നിരത്തി പിടിച്ച് കമൻറ്റ് ഇട്ടിരിക്കുക. BJP ടെററിസ്റ്റ് മറ്റേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഏതാണ്ടെല്ലാം പറയും ഫ്രോഡ്. എന്നാ തമാശയൊക്കെയാണെന്നറിയാമോ? കണ്ടോ എൻ്റെ അമ്മോ, ഇങ്ങോട്ട് കമൻ്റ് അത് ഇതുണ്ടോ BJP. അയ്യോ എൻ്റെ പൊന്നോ. സാറ്റർഡേ ഫ്രൈഡേ, ഇതിനകത്ത് ഫ്രൈഡേയും സാറ്റർഡേ അല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ട അങ്ങ് പോട്ടെ, ഏറ്റവും അടിയിലോട്ട് പോകാം. നമുക്ക് മാക്സിമം ആയിട്ട് പോട്ടെ, ഫുള്ള് കമൻറ്റ് പോകാം. BJP ടെററിസ്റ്റ് അമ്പടാ. BJP IT സെല്ലിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. പോട്ടെ കംപ്ലീറ്റ് പോട്ടെ. ലാസ്റ്റ് കഴിഞ്ഞു. കണ്ടോ, ഇനി മേലോട്ട് തോണ്ടേ ഇല്ല. കണ്ടോ, അതായത് സംഭവം എത്ര ഉള്ളൂ. ഞങ്ങൾക്ക് BJPയുടെ ഭാഗത്തുനിന്ന് അതുപോലെ ഭീഷണി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിം എടുത്തിട്ട് എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞു. അതിൻ്റെ അകത്ത് കയറിയിട്ട് BJP ടെററിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യണേ. ഉടനെ എല്ലാം കൂടെ നിരത്തി പിടിച്ചു. ഒറ്റ ദിവസം ഫ്രൈഡേ നിരത്തി പിടിച്ച് അങ്ങോട്ട് കമൻറ്റ് ഇട്ടു. BJP ടെററിസ്റ്റ് മതി, BJP IT സെല്ലിൽ എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്കൊരു ശനിയാഴ്ച 1-2 വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു കോമഡി. അതായത് ഇതുപോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് പോലും ഇത് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഇമാരുടെ വേദി കയറിയിട്ടേ. അപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി എന്തുമാത്രം കണ്ടുപിടിച്ച് കാണും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ബാൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അയ്യോ BJP അങ്ങോട്ട് പേടിച്ചേ ഇത് കൊള്ളാലോ, നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാവുന്ന രീതിയിൽ എന്തെങ്കിലും ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കം വിടും. അത് പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ TikTok ഒക്കെ ഇവിടെ ബാൻ ചെയ്തില്ലേ? എത്രയോ ചൈന ആപ്പുകൾ ബാൻ ചെയ്തു. വേണ്ട, നമ്മുടെ മുക്കാൽ മീഡിയയൊക്കെ ബാൻ ചെയ്തല്ലോ അല്ലേ? അതൊക്കെ എന്തുകൊണ്ടാണ്? അത് രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാൻ ചെയ്യും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവർ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഭീഷണിപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ഈ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാണെന്നറിയോ? 3 ദിവസം മുമ്പ്. അതായത് തിങ്കളാഴ്ചയാണല്ലോ ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ 3 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ കറക്റ്റാണ് ഒരു വെള്ളിയാഴ്ച ദിവസമായിട്ട് വരും. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ആ സിം എടുത്തതും അന്ന് തന്നെ ട്രൂ കോളറിനകത്ത് കയറിയിട്ട് ഇമാതിരിയുള്ള കമൻറ്റുകളെല്ലാം നിരത്തി പിടിച്ചിട്ടതും എല്ലാം. ഒരു ഭയങ്കര തന്നെ. എനിക്ക് ആർക്കും മനസ്സിലായതേ ഇല്ല. പിന്നെ വേറെ കോക്രോച്ചുകാരോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവരെ ആ പാടെ മറ്റേ BJP RSSും പേടിച്ചു
ഛേ, എന്തിനാണോ നിനക്ക് ഇത്ര പേടി? കോക്രോച്ച് കണ്ടോണം, നാളെ ഞങ്ങൾ ഇന്ത്യ ഭരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ പാറ്റാക്കൂട്ടങ്ങളെ സ്വപ്നം കാണുന്ന പ്രധാനമന്ത്രി ആരായിരിക്കും? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ. ഇനിയിപ്പോൾ പാറ്റാക്കൂട്ടം ഈ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആരായിരിക്കും? അഭിജിത്തോ? അന്നേരത്തേക്ക് ആഭ്യന്തരമന്ത്രി ആരാ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുമ്പം ഇപ്പോൾ അമിത്ഷാ ആണല്ലോ. അപ്പോൾ പാറ്റാക്കൂട്ടം കയറുവാണെന്നുണ്ടെങ്കിൽ മറ്റേ പുള്ളി ആയിരിക്കും അല്ലേ, ധ്രുവ് റാത്തി ആയിരിക്കും അല്ലേ. പിന്നെ വേറെ നമ്മുടെ ഈ നിർമ്മലാജിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിർമ്മലാജിയുടെ ഒക്കെ സ്ഥാനത്ത് ചിലപ്പോൾ മറ്റേ ചേച്ചി ആയിരിക്കും. ഏതാ, കാനഡയിലുള്ള ഒരു ചേച്ചി ഉണ്ടല്ലോ, എന്നെ സുനിത ചേച്ചി. സുനിത ചേച്ചി ആയിരിക്കും കാനഡയിലുള്ള. അവരായിരിക്കും ഇനിയിപ്പം മറ്റേ നമ്മുടെ നിർമ്മലാജിയുടെ സ്ഥാനത്തൊക്കെ വരുന്നത്. ഇങ്ങനെ ഇവന്മാർ സ്വപ്നം കാണുവാൻ പ്രാർത്ഥിക്കുകയൊക്കെ ആയിരിക്കും അല്ലേ. എൻ്റെ പ്രധാനമന്ത്രി അഭിജിത്ത് ആകണേ, എൻ്റെ ആഭ്യന്തരമന്ത്രി ധ്രുവ്റാത്തി ആകണേ, എൻ്റെ കാനഡയിലുള്ള അമ്മായിക്ക് ഒരു പ്രധാനമായിട്ടുള്ള ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണമേ ദൈവമേ എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ആയിരിക്കും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ BJP യുടെ സ്ഥാനത്ത് ഈ പാറ്റാക്കൂട്ടമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് വിചാരിക്കുക, ചുമ്മാ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആരാന്ന് പറഞ്ഞാൽ അഭിജിത്ത്. ഈ അഭിജിത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ ഹോർമോസ് കടലിടുക്കിലൂടെ നമ്മുടെ എണ്ണക്കപ്പലൊക്കെ വരുമോ? ഇപ്പം നമ്മൾ നരേന്ദ്രമോദി മറ്റ് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അഭിജിത്താണ് പോകുന്നതെങ്കിൽ ഇയാളെ കൊണ്ടൊക്കെ ഇതൊക്കെ വല്ല കൂട്ടിയാൽ കൂടുമോ? അല്ല, ഫസ്റ്റ് പ്രധാനമന്ത്രി ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, ഇവരൊക്കെ വേറെ രാജ്യത്ത്, ഒരാളാണ് അമേരിക്കയിൽ, ഒരാളാണ് ജർമ്മനിയിൽ, മറ്റൊരാളെ ഓസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നു. അയാളുടെ പേരും ഞാൻ മറന്നുപോയി. പിന്നെ വേറെ ഈ ധ്രുവ്റാത്തയുടെ മലയാള പരിഭാഷ നടത്തുന്ന, ഒഫീഷ്യലായിട്ട് മലയാള പരിഭാഷ നടത്തുന്ന അമ്മായി ആണെന്നുണ്ടെങ്കിൽ അത് കാനഡയിൽ. ഇവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുക. ഇവിടെ കുറേ ജൻസി പിള്ളേരെല്ലാം കൂടെ, ഇവിടുത്തെ ജൻസി പിള്ളേരാണോ അതോ പാകിസ്ഥാനിലാണോ? എന്തായാലും ഇവിടെയും കുറേ പേരുണ്ട്. ഇവരെല്ലാം അങ്ങോട്ട് ഇറങ്ങുക, നമുക്ക് മനുഷ്യച്ചങ്കല തീർക്കാമെന്ന് പറഞ്ഞു. അവന്മാർ അവിടെ നിന്ന് ഏതാണ്ടെല്ലാം വിളിച്ചു പറയും. അതിൻ്റെ പുറകെ ഓടാൻ വേറെ കുറേ എണ്ണം. ചേടാ, എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നതേ മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോളിവുഡ് സിനിമയുണ്ട്. ആ സിനിമയിൽ ഒരു അന്യഗ്രഹ ജീവി വരുന്നുണ്ട്. ആ ജീവിക്കാണ് ഈ പാറ്റാനെ ഭയങ്കര ഇഷ്ടമാണ്. പാറ്റാനെ ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ജീവി തിരിച്ച് ഉപദ്രവിക്കും. ഈ സീനൊക്കെ അതിൻ്റെ അകത്ത് ആ ജീവിയുടെ ദേഹത്തുനിന്ന് പാറ്റയൊക്കെ ഇറങ്ങി വരും. എനിക്കിതൊക്കെ ഓർമ്മ വരുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. എന്നാൽ ശരി, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ജയ് ജയ് CJP, ജയ് ജയ് CJP.